കർമ്മ ബ്രേക്കിംഗ് പുറത്തുവരുന്നു. രാജ്യസുരക്ഷയ്ക്കാപത്തായ 6 ഹിസബ് ഉത്തർഹിർ അനുഭാവികളെ ചെന്നൈയിൽ നിന്നും അറസ്റ്റ് ചെയ്തിരിക്കുന്നു. ഇന്ത്യയിൽ ഇസ്ലാമിക ഖിലാഫത്ത് സ്ഥാപിക്കാനായിരുന്നു ഇവർ ലക്ഷ്യമിട്ടതെന്ന വിവരങ്ങൾ പുറത്തുവരികയാണ്. പലസ്തീനിൽ സ്ഥാപിതമായ സംഘടനയാണ് ഇതെന്ന വിവരങ്ങളാണ് ഇപ്പോൾ നിർണായകമായ വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. അതായത് ഇന്ത്യയിൽ സുരക്ഷാ ഏജൻസികൾ രാജ്യമാകമാനം അലർട്ടുകൾ നൽകിയിരിക്കുന്നു. സൗത്ത് ഇന്ത്യ കേന്ദ്രീകരിച്ച് വിഘടന പ്രവർത്തനം നടത്തുകയാണ് ഇവരുടെ ലക്ഷ്യമെന്നാണ് ലഭിക്കുന്ന ചില സൂചനകൾ. അതായത് ഈ സംഘടന അനുഭാവികളെ അറസ്റ്റ് ചെയ്തത് ഇന്ത്യൻ സുരക്ഷാ സംവിധാനത്തിൽ ആശങ്ക ഉയർത്തിയിരിക്കുന്നു. ഇസ്ലാമിക തീവ്രവാദം സൗത്ത് ഇന്ത്യയിൽ അതിന്റെ വലം കണ്ണികൾ നെയ്യുന്നു എന്നതിന്റെ രഹസ്യ വിവരങ്ങൾ തന്നെയാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. തീവ്രവാദ സംഘം ഇന്ത്യയിൽ ശൃംഖല വ്യാപിപ്പിക്കാൻ ശ്രമിച്ചേക്കുമെന്നും സംശയിക്കുന്നു. അതുമാത്രമല്ല, ഹിസബ് ഉത്തർഹിർ എന്ന സംഘടന ആദ്യം എന്തെന്നുകൂടി നമുക്ക് നോക്കാം. ഒരു അന്താരാഷ്ട്ര ഇസ്ലാം ഫണ്ടമെന്റൽ സംഘടനയും ഇസ്ലാമിക മതമൗലിക രാഷ്ട്രീയ സംഘടനയുമാണ് ഇതെന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത്. അതിന്റെ പ്രഖ്യാപിത ലക്ഷ്യം തന്നെ ഇസ്ലാമിക ഖിലാഫത്ത് സ്ഥാപിക്കുക എന്നതാണ്. മുസ്ലിം സമുദായത്തെ ഒന്നിപ്പിക്കാൻ ശ്രമിക്കുന്ന ഇതിന്റെ പ്രവർത്തനത്തെ ഉമ്മ എന്നാണ് വിളിക്കുന്നത്. ഈജിപ്തിൽ വിദ്യാഭ്യാസം നേടുകയും അവിടുത്തെ ഇസ്ലാമിക മത കോടതിയിലെ ജഡ്ജിയായി തഹി അൽ ദിൻ അൽ നബ്ഹാനിയാണ് ഈ തീവ്രവാദ സംഘടന ഉണ്ടാക്കിയത്. തുടക്കത്തിൽ ജെറുസലേമിലെ ഇസ്രായേലിനെതിരെ ഒരു രാഷ്ട്രീയ സംഘടനയായിരുന്നു ഇത്. ഇസ്രായേലിൽ ഖിലാഫത്ത് സ്ഥാപിക്കാൻ ആദ്യം പരിപാടിയിട്ടു. ലോകത്തെ മുഴുവൻ വിഷയങ്ങളും ഇസ്ലാമിനും അവിശ്വാസികൾക്കുമിടയിലുള്ള സംഘടനവുമായിട്ടാണ് ഹിസബ് ഉത്തർഹിർ എടുത്തിട്ടുള്ള നിലപാട്. ലോക ചരിത്രം പൂർത്തിയാകുമ്പോൾ ഇസ്ലാമിക കാലിഫേറ്റ് മാത്രമേ ഉണ്ടാകൂ എന്ന് ഇസ്ലാം അല്ലാത്തവർ ലോകത്തുണ്ടാകില്ലെന്നും സംഘടന ലക്ഷ്യം വെക്കുന്നു. നോക്കുക, ഒരു രാജ്യത്തെ ഭരണകൂട സംവിധാനം ഇസ്ലാമിനെതിരായതാണെങ്കിൽ അതിനെ തകർത്ത് കാലിഫേറ്റ് സ്ഥാപിക്കുക എന്നതാണ് ലക്ഷ്യം. ജിഹാദിന്റെ അക്രമാസക്ത യുദ്ധങ്ങൾക്ക് ഈ സംഘടന ആത്മീയതയുടെ മാനങ്ങൾ നൽകി വെളുപ്പിക്കുകയാണ് ചെയ്യുന്നത്. എല്ലാ യുദ്ധവും അല്ലാഹുവിനാണ് എന്ന് കരുതുന്നു. മറ്റു മതങ്ങളൊന്നുമില്ലാത്ത ഒരു ലോകം വേണമെന്നും ഇവർ ദിവാസ്വപ്നം കാണുന്നു. ലോകത്തെ എല്ലാ രാജ്യവും ഇസ്ലാമിക ഭരണത്തിന് കീഴടങ്ങുന്നതുവരെ അവിശ്വാസത്തെ ചെറുക്കുക എന്ന ലക്ഷ്യത്തോടെയുള്ള അനിവാര്യമായ കടമയായി തന്നെ ഇതിനെ കണക്കാക്കുകയും ചെയ്യുകയാണ്. ഇത്തരത്തിൽ ഒരു ജനാധിപത്യ രാജ്യത്തിനും മറ്റ് മതങ്ങൾക്കും വൻ ഭീഷണിയായതിനാൽ മിഡിൽ ഈസ്റ്റിലെ സൗദി, കുവൈറ്റ്, ഒമാൻ, UAE അടക്കമുള്ള ഇസ്ലാമിക രാജ്യങ്ങൾ തന്നെ ഹിസബ് ഉത്തർഹിർ എന്ന സംഘടനയെ നിരോധിച്ചതാണ്. ഇവരെ കണ്ടാൽ സൗദി ഭീകര പട്ടികയിൽ ഉൾപ്പെടുത്തി വിചാരണ ചെയ്യും. ഇവരെയാണ് ഇപ്പോൾ ചെന്നൈയിൽ കണ്ടെത്തി അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇസ്രായേലിനെതിരെയാണ് ഇപ്പോൾ ഇവരുടെ നീക്കങ്ങൾ. മിഡിൽ ഈസ്റ്റേൺ, സെൻട്രൽ ഏഷ്യൻ രാജ്യങ്ങളിൽ ഹിസബ് ഉത്തർഹിർ ഇതിനകം തന്നെ നിരോധിച്ചിട്ടുണ്ട്. ചെന്നൈയിലേക്ക് ഇന്റലിജൻസ് ഏജൻസികൾ തീവ്രവാദ സെല്ലുകൾക്കെതിരെ ശക്തമായ നടപടി തന്നെ ആരംഭിച്ചിരുന്നു. ഇതുകൂടാതെ 6 ഹിസബ് ഉത്തർഹിർ അനുഭാവികളെയും ഗ്രൂപ്പിന്റെ പ്രത്യയശാസ്ത്രത്തെ പിന്തുണയ്ക്കുന്ന സാഹിത്യങ്ങളും പ്രചാരണ സാമഗ്രികളും സഹിതമാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇന്ത്യയെ ബാധിച്ചേക്കാവുന്ന വലിയൊരു അപകടം തന്നെയാണ് ഈ സംഘടനയുടെ, അതായത് ഇന്ത്യയിലെ പ്രവർത്തനമെന്ന കേന്ദ്ര ഏജൻസികൾ ഔട്ട്പുട്ടുകൾ സൂചിപ്പിക്കുന്നു. തീവ്രവാദ പ്രത്യയശാസ്ത്രത്തിന്റെ വളർച്ചയെ ഇന്ത്യൻ സുരക്ഷാ ഏജൻസികൾ ഏറെ ഗൗരവമായി തന്നെ നിരീക്ഷിക്കുകയാണ്. അതുമാത്രമല്ല, ഇന്ത്യയുടെ ഏതെല്ലാം സ്ഥലങ്ങളിൽ ഇവർ പോയിട്ടുണ്ട് എന്ന് പരിശോധിച്ചു വരുന്നു. കേരളത്തിൽ മുമ്പ് സൗത്ത് ഇന്ത്യയുടെ പ്രത്യേക മാപ്പ് അടയാളപ്പെടുത്തിയത് കട്ടിംഗ് സൗത്ത് പരിപാടി നടത്തിയായിരുന്നു. കാനഡയായിരുന്നു ഇത് സ്പോൺസർ ചെയ്തത്. അതിന് പിന്നാലെ കട്ടിംഗ് സൗത്ത് കോൺക്ലേവ് നടത്തുന്നത് ചെന്നൈയിലാണ്. മാത്രമല്ല, സൗത്ത് ഇന്ത്യയിലെ തന്നെ തീവ്രവാദ നീക്കവും സജീവമാണ് എന്ന് തന്നെയാണ് വിവരങ്ങൾ. അസ്താനിൽ അടുത്തിടെ സമാപിച്ച SCO ഉച്ചകോടിയിൽ അതിർത്തി കടന്നുള്ള ഭീകരതയ്ക്കും തീവ്രവാദത്തിനുമെതിരായ ശക്തമായ നടപടി വേണമെന്നും രാജ്യങ്ങൾ തീരുമാനിച്ചതാണ്. ഈ അന്തർദേശീയ തീവ്രവാദ സംഘടന ആദ്യമായി ചെന്നൈയിലെത്തിയതും ഗൗരവമാണ്. വരും മാസങ്ങളിൽ ന്യൂഡൽഹി മധ്യേഷ്യൻ സംസ്ഥാനങ്ങളുമായി ഭീകരവിരുദ്ധ പങ്കാളിത്തം ശക്തമാക്കുമെന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. ഏഷ്യയിൽ ഇത്തരം സംഘടനകൾ വളരാതിരിക്കാൻ ഇന്ത്യ മിഡിൽ ഈസ്റ്റ് രാജ്യമായി സൗദിയും UAEയുമായും ചേർന്ന് പ്രവർത്തിക്കുകയാണ്. ഭയാനകമായ രീതിയിൽ ഇവർ വളർന്നു കഴിഞ്ഞാൽ അത് മറ്റൊരു അഫ്ഗാനിസ്ഥാൻ മോഡലിലേക്ക് മാറുമെന്ന് തന്നെയാണ് വിവരങ്ങളും. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.